അങ്ങനെ കേരളത്തിൽ നിന്നും ഒരു സൂപ്പർ ഹീറോ പിറവിയെടുത്തിരിക്കുകയാണ്. എണ്ണമറ്റ സൂപ്പർ ഹീറോസിനെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ കഥ വർഷം തോറും പറഞ്ഞ് ത്രില്ലും പുതുമയും നിലനിർത്താൻ വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ മൾട്ടിവേഴ്സ് വരെയൊക്കെ എത്തി നിൽക്കുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനോടും DC സിനിമാറ്റിക് യൂണിവേഴ്സിനോടുമൊക്കെ സൂപ്പർ ഹീറോ ലോകത്തേക്ക് ആദ്യമായി ചുവടുവെക്കുന്ന മലയാളത്തിലെ മിന്നൽ മുരളിയെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എന്നാൽ അതേസമയം സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ ഈ സിനിമകളോടൊക്കെ ഒന്ന് താരതമ്യം ചെയ്യാതിരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സൂപ്പർ ഹീറോയുടെ ഒറിജിൻ അഥവാ തുടക്കമാണ് മിന്നൽ മുരളി എന്ന സിനിമ പറയുന്നത്. ഒരു സൂപ്പർ ഹീറോ ടെംപ്ലേറ്റിൽ തന്നെ നിന്നുകൊണ്ട് കേരളീയ അന്തരീക്ഷത്തിൽ ഒരു കഥ പറയാനാണ് മിന്നൽ മുരളി ശ്രമിക്കുന്നത്. നമ്മൾ കണ്ടു പരിചയിച്ച സൂപ്പർ ഹീറോ സിനിമകളൊക്കെ തന്നെ വളരെ വലിയ ബഡ്ജറ്റിൽ നിന്നുള്ളവയാണ്. അതുകൊണ്ട് തന്നെ മേക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഒരു ദേശീയ സൂപ്പർ ഹീറോ സിനിമ അത് മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ വലിയൊരു ചാലഞ്ചാണ്. ബഡ്ജറ്റിൽ കോംപ്രമൈസ് വരുമ്പോൾ സിനിമ മോശമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ മിന്നൽ മുരളിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഫാക്ടറിനെ സംവിധായകൻ വളരെ തന്ത്രപരമായി മറികടക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം ഇത്തവണത്തെ മല്ലു അനലിസ്റ്റിലൂടെ. ഇതൊരു അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആദ്യം കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു നായകൻ, ഒരു വില്ലൻ, രണ്ടുപേരും അതിമാനുഷിക ശക്തിയുള്ളവർ. രണ്ടുപേരും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ വില്ലൻ ചെയ്യുന്ന തിന്മയും നായകന്റെ പേരിലാവുന്നു. നായകൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു. നായകനെ നാട്ടുകാർ തടവിലാക്കുന്നു. ആ ഒരു അവസരത്തിൽ വില്ലൻ തന്റെ ഏറ്റവും വലിയ വില്ലത്തരം പുറത്തെടുക്കുന്നു. നായകന്റെ നിരപരാധിത്വം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു. നായകൻ വില്ലനെ അടിച്ചിട്ട് നാടിനെ രക്ഷിക്കുന്നു. ഇതൊരു യൂഷ്വൽ സൂപ്പർ ഹീറോ സ്റ്റോറിയുടെ ടെംപ്ലേറ്റ് ആണ്. അതിനെ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുത്താൻ ഫാന്റസിയുടെയും ഭാവനയുടെയും സഹായം തേടലോ ഉദ്വേഗം സൃഷ്ടിക്കലോ ഒന്നും സിനിമയിൽ ചെയ്യുന്നില്ല. മറിച്ച് കഥാപാത്രങ്ങളെ പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രണ്ട് തരത്തിലാണെങ്കിലും അവഗണന നേരിടുന്നവരാണ് നായകനും വില്ലനും. രണ്ടുപേരെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാകും. കാരണം അവർ നേരിടുന്ന അവഗണനകൾ പ്രേക്ഷകരുമായി നന്നായി കണക്ട് ആകുന്ന തരത്തിലുള്ളതാണ്. പ്രണയിച്ച വ്യക്തിയിൽ നിന്നും നായകൻ നേരിടുന്ന അവഗണന, അതിനൊരു കോമഡി ടച്ചാണ് സിനിമയിൽ നൽകിയിരിക്കുന്നത്. അതിനേക്കാൾ ഡീപ്പാണ് തന്റെയും അമ്മയുടെയും അസുഖത്തിന്റെ പേരിൽ അവഗണന നേരിടുന്ന വില്ലൻ കഥാപാത്രത്തിന്റേത്. നായകനേക്കാൾ ഡീപ്പായാണ് വില്ലന്റെ മാനസികാവസ്ഥ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജോക്കറിന്റെയും മറ്റു ചില സൂപ്പർ വില്ലൻസിന്റെയും ഒക്കെ ഒരു ഇമോഷണൽ ഡെപ്ത് വില്ലന് കൊടുക്കാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. അതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സംഭവമാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആക്ഷൻ പാക്ഡ് സൂപ്പർ ഹീറോ സിനിമയേക്കാൾ മലയാളികൾ വരവേൽക്കാൻ സാധ്യതയും ഇമോഷണലി പാക്ഡ് സൂപ്പർ ഹീറോ സൂപ്പർ വില്ലൻ കഥയാണ്. അടുത്തത്, കഥയിൽ സൂപ്പർ ഹീറോ സൂപ്പർ വില്ലൻ എന്നൊരു ഫാന്റസി എലമെന്റ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഒരു റിയലിസ്റ്റിക് വേൾഡിൽ, അതായത് ബേസിലിന്റെ സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. സൂപ്പർ ഹീറോ കഴിവുകൾ ഒഴിച്ചു നിർത്തിയാൽ കഥയിൽ വേറെ ഫാന്റസി എലമെന്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ സിനിമ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ VFX ഒക്കെ വല്ലാതെ വാരി വിതറുന്ന ഒരു തോന്നൽ വരില്ല. ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് സിനിമയ്ക്ക് അതാണ് കൂടുതൽ ഉചിതവും. 90കളിലെ നാട്ടിൻപുറവും നാട്ടിൻപുറത്തെ പരിഷ്കാരിയായ നായകന്റെ വസ്ത്രധാരണവും നടപ്പിലെ ബോളിവുഡ് സ്റ്റൈലുമൊക്കെ രസകരമായി സിനിമയിൽ വന്നിട്ടുണ്ട്. കഥയിൽ സൂപ്പർ കഴിവുകൾക്കപ്പുറം വൈൽഡായ ഫാന്റസി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വിഷ്വൽസിൽ പലയിടത്തും ഒരു ഫാന്റസി സിനിമയുടെ മൂഡ് കൊണ്ടുവരാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരക്കഥയിലേക്ക് വന്നാൽ ആദ്യ പകുതിയിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഒന്ന് പാക്ഡ് ആക്കാമായിരുന്നു. അതുപോലെ തന്നെ ചില കോമഡികളൊന്നും അത്ര ഏറ്റതായി തോന്നിയില്ല. എന്നാൽ മറ്റു ചിലത് വളരെ നന്നായി വന്നിട്ടുമുണ്ട്. അതുപോലെ സൂപ്പർ ഹീറോ സിനിമയായിരുന്നിട്ട് പോലും നായികയ്ക്ക് ഒരു വ്യക്തിത്വം കൊടുത്തതും ക്ലൈമാക്സിൽ നായകന്റെ വരവിന് കാത്തു നിൽക്കാതെ നായിക കാട്ടിയ സാഹസം വിജയം കണ്ടതുമൊക്കെ നല്ലൊരു മാറ്റമായിരുന്നു. ബ്രൂസ്ലി ബിജി എന്ന കഥാപാത്രത്തെ ഒരു ടിപ്പിക്കൽ നായികയാക്കാതെ ഇത്തിരി മാസും ഇത്തിരി കോമഡിയും ഒക്കെ കൊടുത്ത് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ആദ്യ പകുതിക്ക് ശേഷം വരുന്ന ചില ഗംഭീര വിഷ്വൽസും ക്ലൈമാക്സിലെ ഡീസന്റായ ചിത്രീകരണവും ഡീസന്റായ ഫൈറ്റ് സീൻസും ഒക്കെ സിനിമയുടെ പ്ലസ് പോയിന്റുകളാണ്. ഫൈറ്റ് സീനുകളുടെ ദൈർഘ്യം കുറവാണെങ്കിലും ഉള്ളത് ഡീസന്റായി ഒരു സൂപ്പർ ഹീറോ പേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ ബഡ്ജറ്റ് വെച്ച് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞതായാണ് തോന്നിയത്. നാടൻ സൂപ്പർ ഹീറോയുടെ അത്യാവശ്യ ഘട്ടത്തിലെ കോസ്റ്റ്യൂം പിന്നീട് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത കോസ്റ്റ്യൂമിനേക്കാൾ ക്രിയേറ്റിവിറ്റി ഉള്ളതായി തോന്നി. അതുപോലെ തന്നെ വില്ലൻ ഉപയോഗിക്കുന്ന നാടൻ മുഖംമൂടിയും. അതൊക്കെ സിനിമയ്ക്ക് ഒരു നാടൻ സൂപ്പർ ഹീറോ സൂപ്പർ വില്ലൻ എന്ന രീതിയിൽ ഒരു ഓത്തന്റിസിറ്റി നൽകുന്നുണ്ട്. സിനിമയുടെ കാസ്റ്റിംഗും അഭിനേതാക്കളുടെ പ്രകടനവും മൊത്തത്തിൽ മികച്ചതായിരുന്നു. സൂപ്പർ ഹീറോ ആയി ടൊവിനോ വളരെ കൺവിൻസിംഗ് ആയിരുന്നു. ഒരു സൂപ്പർ ഹീറോയ്ക്ക് നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഒരു ഫിസിക്ക് പ്രതീക്ഷിക്കുമല്ലോ, ആ ഒരു ലുക്ക് നന്നായി ക്യാരി ചെയ്യാൻ ടൊവിനോയ്ക്ക് കഴിഞ്ഞു. സൂപ്പർ വില്ലന് ലുക്കിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചിട്ടില്ല. ഗുരു സോമസുന്ദരം അദ്ദേഹത്തിന്റെ അപ്പിയറൻസും പെർഫോമൻസും കൊണ്ട് വില്ലനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് സോഫ്റ്റ് കോർണർ തോന്നുന്ന വില്ലൻ സിനിമയിൽ നായകനേക്കാൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് തോന്നിയത്. സിനിമയെ പറ്റി ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ ഒരു പുതിയ ജോൺറ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഹോളിവുഡിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. അടിപതറാത്തൊരു തുടക്കം എന്ന നിലയിൽ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മിന്നൽ മുരളി. ഇനി കുറച്ചുകൂടി ക്രിട്ടിക്കലായി നോക്കിയാൽ, പ്രത്യേകിച്ച് മറ്റ് സൂപ്പർ ഹീറോ സിനിമകളുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ തോന്നാം. ഉദാഹരണത്തിന്, നായകനും വില്ലനും അവരുടെ സൂപ്പർ പവേഴ്സ് തിരിച്ചറിയുന്നത് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയ ഒരു പഞ്ചുള്ള രീതിയിലല്ല സിനിമയിൽ വന്നിട്ടുള്ളത്. അതുപോലെ യൂഷ്വലായ കഥാസന്ദർഭങ്ങളുടെ ആവർത്തനം സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നാം. കോമഡി ആൻഡ് സെന്റിമെന്റ്സ്, ഈ രണ്ട് ടോണുകൾ സിനിമയിൽ പാരലായി പോകുന്നുണ്ട്. നായകന്റെ ട്രാക്ക് കോമഡിയും വില്ലന്റേത് സെന്റിമെന്റ്സുമാണ്. ഉദാഹരണത്തിന്,
ഡാർക്ക് നൈറ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഷസാം അല്ലെങ്കിൽ ഡെഡ്പൂൾ കാണുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഫീലുണ്ട്. എന്നാൽ മിന്നൽ മുരളി കാണുന്ന പ്രേക്ഷകർക്ക് രണ്ട് വ്യത്യസ്തമായ ഫീലിംഗ്സ് പാരലായി നൽകിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ ഫീല് മാറി മാറി വരാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അത് പ്രേക്ഷകർക്കനുസരിച്ചിരിക്കും. ചിലർക്ക് അത് ഇഷ്ടമാകും, ചിലർക്ക് അതൊരു പ്രശ്നമായി തോന്നും. മൊത്തത്തിൽ ഒരു ബേസിൽ ജോസഫ് ടൈപ്പ് ഓഫ് കഥാപശ്ചാത്തലത്തിൽ ഒരു സൂപ്പർ ഹീറോയും ഒരു സൂപ്പർ വില്ലനും, അതാണ് മിന്നൽ മുരളി. ഇനിയിപ്പോൾ സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടപ്പെടാത്തവർക്കും ബേസിലിന്റെ ആ ഒരു കഥാപശ്ചാത്തലം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നാൽ ഒരു സൂപ്പർ ഹീറോ സിനിമയിൽ പുതുമ തേടുന്നവരാണെങ്കിൽ മിന്നൽ മുരളിയെ മലയാള സിനിമയുടെ അതിലേക്കുള്ള ഒരു തുടക്കമായിട്ട് കാണുന്നതായിരിക്കും ഉചിതം. മിന്നൽ മുരളി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.